ജാഥയിലെ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് പ്രധാനമായും ഞങ്ങൾ ഉയർത്തുന്നത്. നമ്മുടെ നാടിൻ്റെ സർവ്വമേഖലയും തകർന്നു കിടക്കുകയാണ്. കാർഷിക മേഖലയുടെ തകർച്ച അതിൻ്റെ ഏറ്റവും ദയനീയമായ രൂപത്തിൽ അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എല്ലാം തകർന്ന അവസ്ഥ, തകരാത്ത ഒരു കാർഷിക വിളയുമില്ല. എന്താണ് റബ്ബർ കുറെ കാലമായി തകർന്നു കിടക്കുന്നു. പരിഹരിക്കാനുള്ള ഒരു നടപടിയുമില്ല. പരിഹാരത്തിനൊരു മാർഗമേ ഉള്ളൂ. ഏത് കാർഷിക വിളയായാലും ആ കാർഷിക വിള ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് ന്യായമായ വില ലഭിക്കണം. ആ വില നൽകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണക്ക് നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വമുള്ളത്. കേന്ദ്ര ഗവൺമെന്റും ഇതിൽ കുറ്റക്കാരായാണ് നിൽക്കുന്നത്. ആസിയാൻ കരാർ നടപ്പാക്കിയതിന്റെ ഭാഗമായാണ് കാർഷിക വിളകൾക്ക് വിലയിടിയുന്ന അവസ്ഥ വന്നത്. കാരണം എവിടെയുമുള്ള ആസിയാൻ രാജ്യങ്ങളിലുള്ള കാർഷികോൽപ്പന്നങ്ങൾ അത് മിക്കതും നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. അത് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇതിന്റെ ഫലമായി ഇവിടെ വാണിജ്യ രംഗത്ത് മെച്ചമുണ്ടായിട്ടുണ്ട്. എന്നാൽ കാർഷിക രംഗത്ത് തിരിച്ചടിയും വന്നിട്ടുണ്ട്. അപ്പോൾ കാർഷിക രംഗത്ത് തിരിച്ചടിയേൽക്കേണ്ടി വരുന്ന കർഷകരെ ന്യായമായ വില നൽകി സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തയ്യാറാണ്. അങ്ങനെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനാവൂ. ഇപ്പോ റബ്ബറിന്റെ മാത്രമല്ല, തേങ്ങയുടെ പ്രശ്നമുണ്ട്, കുരുമുളകിന്റെ പ്രശ്നമുണ്ട്. ഏറെക്കുറെ എല്ലാ നാണ്യവിളകളെയും പ്രതിസന്ധി ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ കർഷകരെ സംരക്ഷിക്കുന്നതിന് നേരത്തെ നമ്മുടെ നാട്ടിൽ സ്വീകരിച്ച ഒട്ടേറെ നടപടികളുണ്ടായിരുന്നു. ഇപ്പോ ആ ഒരു നടപടിയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. ഇവിടെ കടാശ്വാസ നിയമം ഉണ്ടായിരുന്നു, കടാശ്വാസ കമ്മീഷൻ ഉണ്ടായിരുന്നു, കടം എഴുതിത്തള്ളുന്ന നിലയുണ്ടായിരുന്നു. എല്ലാം ഇപ്പൊ നമുക്ക് കാണാനേ കഴിയില്ല. ഇതെന്തുകൊണ്ടാണ്? സംസ്ഥാനത്തെ കുറിച്ചും സംസ്ഥാനത്തെ ജനങ്ങളെ കുറിച്ചും ചിന്തിക്കുന്ന ഒരു ഭരണമല്ല ഇവിടെയുള്ളത്. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധതയുണ്ടാവണം. നാടിനോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ഗവൺമെന്റാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ ദുരിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും നാട് വലിയ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു. കാർഷിക രംഗത്തിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. മാറ്റമുണ്ടാക്കാനാവും, ന്യായവില ഉറപ്പുവരുത്താനാവും. മറ്റേതൊരു രംഗത്തെയും പോലെ നമ്മുടെ ചെറുപ്പക്കാരടക്കം കാർഷിക മേഖല പുരോഗതി പ്രാപിച്ചാൽ ആ രംഗത്തേക്ക് കടന്നു വരും. ആ തരത്തിലേക്ക് നാടിനെ മാറ്റാൻ നമുക്കാവണം. കർഷകരെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ തന്നെ സംരക്ഷണത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല. വലിയ തോതിൽ പണം
അനുവദിക്കാതെ കർഷകരെ ദുരിതത്തിലേക്ക് തള്ളി നീക്കുകയാണ്. ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം, ജനങ്ങളുമായി സംവദിക്കുന്ന കാര്യം, ഇതുപോലുള്ള ഓരോ രംഗവും നമ്മൾ തകർച്ചയുടെ ഭാഗമായി തന്നെ തുടരണോ? നമുക്ക് പരിഹരിക്കാനാവില്ലേ? പരിഹരിക്കാനാവും. പരിഹരിക്കാനുള്ള നിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണം. പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളല്ല നമ്മുടെ നാടിന്ന് നേരിടുന്നത്. പക്ഷേ ശരിയായ ദിശാബോധത്തോടെ, നാടിനോട് പ്രതിബദ്ധതയോടെ കാര്യങ്ങൾ നീക്കണം. ഇപ്പോൾ കർഷക രംഗം പറഞ്ഞാൽ, കാർഷിക വൃത്തി ഇന്നത്തെ കാലത്ത് സാധാരണ നിലക്ക് ആളുകളങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഈ ദുരിതമാണ് സമ്മാനമായിട്ട് കിട്ടുക, നഷ്ടമാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രാരബ്ധം എടുത്ത് ചുമല് വെക്കലായിരിക്കും. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ സാധാരണ നിലക്ക് അങ്ങോട്ട് നീങ്ങില്ല. അപ്പോൾ വേണ്ടത് എന്താണ്? മറ്റേതൊരു രംഗവും പോലെ ആദായകരമാവണം. മറ്റേത് രംഗങ്ങളിലേക്ക് ചെറുപ്പക്കാരൻ നീങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ കാർഷിക രംഗത്ത് നീങ്ങിയാൽ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനാണ് വിലസ്ഥിരത ഉറപ്പുവരുത്തേണ്ടത്. അതോടൊപ്പം കാർഷിക രീതിയിൽ കാലാനുസൃതമായ ചില മാറ്റങ്ങൾ വേണ്ടി വരും. അത്തരം നടപടികളിലൂടെ കാർഷിക വൃത്തി നല്ലതുപോലെ ചെറുപ്പക്കാരടക്കം ആകർഷിക്കപ്പെടുന്ന ഒന്നായി മാറും. ഈ തരത്തിലേക്ക് നമ്മുടെ കാർഷിക മേഖലയെ ഉയർത്തണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. നമ്മുടെ സംസ്ഥാനം സാമൂഹ്യ രംഗത്ത് വലിയ തോതിൽ പുരോഗതി പ്രാപിച്ചൊരു സംസ്ഥാനമാണ്. നമ്മുടെ ജീവിത നിലവാരവും താരതമ്യേന മെച്ചപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ ആദിവാസി ജനവിഭാഗം ഇപ്പോഴും കേരളീയ സമൂഹത്തിനകത്തൊരു തുരുത്തായി കഴിയുകയാണ്. അത് കേരളം വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടു എന്ന് പറയുന്നതിന് ഒന്നും ബാധകമാകാത്ത നിലയാണ്. ഇന്നിപ്പോൾ തീരെ ഭൂമിയില്ലാത്ത ആളുകൾ ആദിവാസി വിഭാഗത്തിൽ ഇവിടെ 8,000 പേരെ കാണാൻ പറ്റും. കുടുംബങ്ങൾ. അതുപോലെ തന്നെ നാമമാത്ര ഭൂമിയുള്ളവർ ഇതിനേക്കാളെല്ലാം എത്രയോ കൂടുതലാണ്. 30,000 പേർ. അപ്പോൾ ഇതിനൊരു കണക്കുണ്ട് എന്നർത്ഥം. ഒരു കണക്കില്ലാത്തതല്ല. അപ്പോൾ കണക്കുണ്ടായാലുള്ള ഗുണം എന്താ? ഭൂമി എത്രയാണ് ആവശ്യം എന്നതിനെ സംബന്ധിച്ച് ശരിയായ നിലയെടുക്കാൻ പറ്റും. അതിനുതകുന്ന നടപടികളാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ 2011 മുൻപുള്ള കഥയാണ് ഞാൻ പറയുന്നത്. LDF സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന ഘട്ടത്തിൽ 5,000 ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം 1 ഏക്കർ വീതം ഭൂമി അനുവദിച്ച് നൽകിയിരുന്നു. എല്ലാവർക്കും ആയില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഭൂമി അനുവദിക്കണം. അതിന് അന്നത്തെ ഗവൺമെൻറ് ചെയ്തത് ഭൂമി വാങ്ങി നൽകാൻ 50 കോടി രൂപ അനുവദിച്ചു. പിന്നെ ആ ഗവൺമെൻറ് തുടർച്ചയുണ്ടായില്ല. ഇതിനും തുടർച്ചയുണ്ടായില്ല. 50 കോടി രൂപ അനുവദിച്ച് ആ ഗവൺമെൻറ് തുടർച്ചയുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് ആ 50 കോടിക്ക് തുടർച്ചയില്ലാതിരിക്കണോ? ആ 50 കോടി ഉപയോഗിച്ച് ഭൂമി വാങ്ങാലോ. പക്ഷേ ഇവിടെ ആകെ ചെലവഴിച്ചത് 55 ലക്ഷം മാത്രമാണ്. ആ 50 കോടിയിൽ
ഇതാണ് നാടിനോടുള്ള പ്രതിബദ്ധതയുടെ പ്രശ്നം. ഇത് വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് പറയുന്ന കാര്യമല്ല. നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ മാത്രമേ നാട്ടിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടക്കൂ, ജനങ്ങളുടെ ഉന്നമനത്തിന് ഉതകുന്ന നടപടികൾ സ്വീകരിക്കും. കാരണം നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷത അത് ഏറ്റവും പ്രധാനമാണ്. വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന നാടാണിത്. ഇതിനെയാണ് തകർക്കാൻ നോക്കുന്നത്. ആ വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്താൻ കഴിയണം. ഇക്കാര്യം മതനിരപേക്ഷ മനസ്സ് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് വർഗീയതയുടെ ആപത്ത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഉച്ചത്തിൽ തന്നെ മതനിരപേക്ഷ മനസ്സ് പറയുകയുണ്ടായി. അതൊന്ന്, വർഗീയതയെ തടയാൻ CPIM-നും ഇടതുപക്ഷത്തിനും മാത്രമേ കഴിയൂ എന്ന്. അത് അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്. നമ്മുടെ നാട്ടില് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു നീക്കം, ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാറ്റിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ RSSനെ ശക്തിപ്പെടുത്താൻ ഒരു തീരുമാനമെടുത്തു. RSS അജണ്ട അനുസരിച്ചാണ്. അപ്പൊ RSS അജണ്ട അനുസരിച്ച് വെള്ളാപ്പള്ളി നടേശനെ RSS അങ്ങോട്ട് ആകർഷിക്കുന്നു. എന്താ ഉദ്ദേശം? വെള്ളാപ്പള്ളി നടേശനിലൂടെ SNDP അണിനിരന്നിട്ടുള്ള ആളുകളെ മുഴുവൻ RSSന്റെ ഭാഗമാക്കുക. അപ്പൊ RSS അതിന് നല്ല സന്തോഷം. എന്നാൽ RSS സന്തോഷിക്കുമ്പോൾ അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും കൂട്ടരും സന്തോഷിച്ചു. നമ്മുടെ നാടിന്റെ ഭാവിയെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ നാടിന്റെ ഭാവിക്ക് അപകടമുണ്ടാക്കുന്ന ഒരു നീക്കം ഇവിടെ നടക്കുമ്പോൾ അത് ശരിയായി തുറന്നു കാണിക്കാനുള്ള ബാധ്യതയില്ല. പക്ഷെ ഉമ്മൻചാണ്ടി അതിനൊന്നും തയ്യാറായില്ല. ഇതിന് തപ്പ് കൂട്ടിക്കൊടുത്തു, വേണ്ട സഹായങ്ങൾ. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ വോട്ടിനെ പറ്റി ചിന്തിക്കാറേയില്ല. അവിടെയൊന്നും 4 വോട്ടാണ് പ്രധാനം ഞങ്ങൾ കാണാറില്ല. കാരണം ഞങ്ങൾക്ക് നാടിന്റെ ഭാവിയാണ് പ്രധാനം. അത് വെച്ച് തന്നെ ആ നീക്കത്തെ നിശ്ചിതമായ രീതിയിൽ ഞങ്ങൾ വിമർശിച്ചു, ശരിയായ രീതിയിൽ തുറന്നു കാണിച്ചു. വെള്ളാപ്പള്ളി ഗണേശന്റെ പിന്നിൽ അണിനിരന്ന SNDP അണിനിരന്ന ശ്രീനാരായണീയർ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല ഗുണവും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോയിക്കോ, ഞങ്ങൾ അങ്ങോട്ടില്ല, നിങ്ങൾ അതും കൊണ്ട് RSSന്റെ കൂടെ നിന്നോളൂ എന്ന് SNDP അണികൾ പറഞ്ഞു. കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് മനസ്സിലായി CPIM ക്ഷീണിക്കുകയല്ല ചെയ്തത് എന്ന്. ഇതെന്തുകൊണ്ടാ? കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് ശരിയായ രീതിയിൽ പ്രതികരിച്ചു. അവരതിന്റെ കൂടെ പറഞ്ഞു, കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ CPIM ദുർബലപ്പെട്ടുകൂടാ എന്ന്. ഇതാണ് ശുഭസൂചകമായ കാര്യം. മതനിരപേക്ഷതക്കൊരു പോറലും ഏൽക്കാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും എന്നതിന്റെ സൂചനയാണിത്. ഇതാണ് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടത്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഞങ്ങൾ മുദ്രാവാക്യം ആവിഷ്കരിച്ചത്, ഈ മാർച്ചിന്റെ മുദ്രാവാക്യം. അതാണ് മതനിരപേക്ഷ, അഴിമതി വിമുക്ത, വികസിത കേരളം എന്നത്.